ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തു. വീട്ടിൽ നടന്ന റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തികളിലും പരിശോധന നടക്കും. ഇരുവരുടെയും ആദായ നികുതി വിവരങ്ങളും അതിന്റെ രേഖകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ പത്മകുമാർ ഒപ്പം പോയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വിശദമായി തന്നെ നോക്കാം. ആർ അനന്തകൃഷ്ണനാണ് നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് ചേരുന്നത്. അനന്തൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ ഓരോന്നും SIT കണ്ടെടുത്തിട്ടുണ്ട്. ഈ വിദേശയാത്രയൊക്കെയായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ എന്തെങ്കിലും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ആ അന്വേഷണം എങ്ങനെ പോകുന്നു? ഒപ്പം ഈ ആസ്തി വിവരങ്ങളെ സംബന്ധിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. പത്മകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. പത്മകുമാർ ഈ സ്വർണ്ണക്കൊള്ളയുടെ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ചുള്ള മുഖ്യ ആസൂത്രകനാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ SITയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. എന്നിട്ട് 12 മണിക്കൂർ നീണ്ട പരിശോധനയായിരുന്നു. ആ പരിശോധനയിൽ പ്രധാനമായും അന്വേഷിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. വലിയ തോതിൽ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് വന്നിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. അപ്പോൾ ആ വിവരങ്ങളൊക്കെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ അന്വേഷണ സംഘം അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായും പത്മകുമാറിന്റെ പാസ്പോർട്ടാണ് SIT പിടിച്ചെടുത്തിരിക്കുന്നത്. പത്മകുമാർ നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ച് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈജിപ്ത് അടക്കം യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ഈ യാത്രകളിൽ പത്മകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കൂടി പരിശോധന നടക്കുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാറിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണമാണ്, സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിന്റെ ആദായ നികുതി രേഖകൾ, റിട്ടേൺസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അന്വേഷണ സംഘം ഈ റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. പത്മകുമാറിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രേഖകളും അന്വേഷണ സംഘം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ വിശദമായി ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുന്നത് എന്നത് സംബന്ധിച്ചും ആദായ നികുതി റിട്ടേൺ എത്രയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം ലഭിക്കുന്നത്. കാരണം അസ്വാഭാവികമായ ഒരു സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്ന കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് സംശയമുണ്ട്. അപ്പോൾ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശോധന. ഇതുകൂടാതെ ഭൂമി ഇടപാടുകൾ പത്മകുമാർ നടത്തി എന്നുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ അത് സാധൂകരിക്കുന്ന ചില ഭൂമി രേഖകൾ, ഈ പ്രമാണമടക്കമുള്ള രേഖകൾ 2019 മുൻപും ശേഷമുള്ള രേഖകൾ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതും പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമാണ് SIT ഇപ്പോൾ നടക്കുന്നത്. അടുത്ത ദിവസം പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് പോകേണ്ടത്. കാരണം ഇനിയുള്ള ഘട്ടം, അന്വേഷണത്തിന്റെ ഘട്ടം തീരുമാനിക്കേണ്ടത് പത്മകുമാറാണ്. ഒരുപാട് സംശയങ്ങളും ഇനിയുള്ള കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ പത്മകുമാറിലൂടെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് SITക്കുള്ളത്. പ്രത്യേകിച്ച് ഈ തട്ടിയെടുത്ത സ്വർണം അത് എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായൊരു വിവരം ഇല്ല. അത് ഉരുക്കി എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത്. അതല്ല എന്നുള്ളത് SITക്കും വ്യക്തമാണ്. അപ്പോൾ ഇത് ആരുടെ പക്കലേക്കാണ് പോയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്. അതിനൊപ്പം തന്നെ കൂടുതൽ ഉന്നതർ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും അറിയണം. അതിൽ പത്മകുമാറിലൂടെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതിന് പിന്നിൽ അതിനു മുകളിൽ ഒരു ഉന്നതനുണ്ടോ എന്നുള്ളതാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണ പരിധിയിലേക്ക് വരും എന്നുള്ള സൂചനകളും SIT നൽകുന്നുണ്ട്. പൂജ. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്, വീട്ടിൽ നിന്നും നിർണായകമായ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ പത്മകുമാറിന്റെ പാസ്പോർട്ട് SIT പിടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് തന്നെയാണ് ഈ പാസ്പോർട്ടൊക്കെയും പിടിച്ചെടുക്കുന്നത്. ഒപ്പം ഈ ആസ്തി വിവരങ്ങൾ അതിനുള്ളിലെ ഈ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പത്മകുമാറിന്റെയും ഒപ്പം ഭാര്യയുടെയും ഈ ഒരു ആസ്തികളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. ആദായ നികുതി
ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും അതിൻ്റെതായിട്ടുള്ള രേഖകളും ഒക്കെ ഇതേ രീതിയിൽ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദേശ യാത്രകൾ സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ അന്വേഷണം ഇനിയും മുന്നിലേക്ക് പോകുന്നതായിരിക്കും. എന്താണ് ശരിക്കും നടന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാട് വ്യക്തത വരാനുണ്ട്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, അപ്പോൾ ഇനി കൂടുതൽ പേരിലേക്ക് എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം എത്തുന്നത് എന്നുള്ളതും ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിരിക്കുമല്ലോ. പലരേക്കും എത്തിയിട്ടുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ പത്മകുമാർ എന്നത് മുഖ്യ സൂത്രധാരനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ SITക്ക് മുന്നിൽ അറസ്റ്റോടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും ഇനിയാണല്ലോ പ്രധാനമായിട്ടും ഇത് എന്ത് ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ പത്മകുമാറുമായിട്ട് ചേർന്ന് ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം പുള്ളി അറിയാതെ ഒരു കാര്യങ്ങളും ആ സമയം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നിലേക്കുള്ള ബാക്കി നടപടിക്രമങ്ങൾ അത് ഏത് വിധത്തിലാണ് ഇപ്പോൾ SIT പ്ലാൻ ചെയ്തിരിക്കുന്നത്? പൂജ, ഇതിനകത്ത് ഇനിയിപ്പോൾ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലാണ് നിർണായകം. കാരണം വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടില്ല. പത്മകുമാറിനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. അതിൽ പത്മകുമാറിന് തൃപ്തികരമായ മറുപടി നൽകാനുണ്ടായില്ല. തുടർന്നാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഈ തീരുമാനം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളി കൊടുത്തുവിടാനുള്ള തീരുമാനം എടുത്തത് 2019 മാർച്ച് 19 ചേർന്ന ബോർഡ് യോഗത്തിലാണോ എന്നുള്ളതാണ്. ആ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ തിരുത്തു വരുത്തിയ ശേഷം ഇത് വെറും ചെമ്പാക്കി മാറ്റി എഴുതിയതാണ് പത്മകുമാറിനെ കുടുക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പത്മകുമാർ അതിനു മുൻപ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ മൊഴികൾ തിരിച്ചടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ബോർഡ് അംഗങ്ങൾ ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയുമാണ്. അവരിതൊന്നും അറിഞ്ഞില്ല, ഞങ്ങളെ അറിയിക്കാതെയാണ് പത്മകുമാർ ഇതെല്ലാം ചെയ്തത്, ഈ മിനിറ്റ്സിലെ രേഖ പോലും തിരുത്തിയത് തങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അവരുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്. ഇനിയിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ബോർഡ് അംഗങ്ങൾക്ക് കൂടി ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ 2019 ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ പ്രസിഡന്റ് അറസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റ് കൂടി രേഖപ്പെടുത്തേണ്ടി വരും അന്വേഷണ സംഘത്തിന്. അത് സംബന്ധിച്ച് ഇനി ഒരു വട്ടം കൂടി അവരെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ ഈ സ്വർണം എടുത്തുകൊണ്ടുപോയ ശബരിമല സന്നിധാനത്ത് നിന്ന് കട്ടളപ്പാളി, ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ, അതിനൊപ്പം തന്നെ 2 തൂണുകളിലെ ഉറകൾ, ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം യഥാർത്ഥ വാതിൽ പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഇനി ഈ അടുത്ത ഘട്ടമാണ് ഇത്രയും വലിയ പണമിടപാട് നടക്കാനുള്ള എന്ത് ഇടപാടാണ് ഈ സ്വർണം ഉപയോഗിച്ച് നടത്തിയതെന്നുള്ളതാണ്. അത് ഒരു പക്ഷേ നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൊള്ളസംഘത്തിന്റെ ഇടപാട് പോലെയുള്ള എന്തെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ, അതാണ് ഇനി SIT കണ്ടെത്തേണ്ടത്. അത് വിപുലമായ അന്വേഷണം അത് നിർണായകമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ ആ നടപടികളിലേക്കൊക്കെ പോകും. ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തട്ടിപ്പ്. അപ്പോൾ പത്മകുമാർ ഇപ്പോൾ മുന്നിലുണ്ട് മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിലയിൽ. കൂടുതൽ വിവരങ്ങൾ ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട്